നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂരിലെ ബിജെപി പ്രവർത്തകന്റെ കൊലപാതകം. വ്യാഴാഴ്ച സംസ്ഥാനത്ത് സംഘപരിവാർ ഹർത്താൽ. ജില്ലയിൽ ജനതാദൾ യു വിഭാഗം പിളർപ്പിലേക്ക്. മുതിർന്ന നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണവുമായി ഒരു വിഭാഗം നേതാക്കൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ സേവനം ഇനി ജില്ലയിലും എത്തും. കാഞ്ഞങ്ങാട് ഏകദിന ശില്പശാല നടന്നു. സമഗ്ര ഇംഗ്ലീഷ് പഠന പോഷണ പരിപാടിക്ക് തുടക്കം. മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക UP സ്കൂളിൽ ശില്പശാല നടന്നു. സ്നേഹതീരം എന്ന പേരിൽ ഹൗസ് ബോട്ട് സഞ്ചാരം തുടങ്ങി. ബോട്ട് സർവീസിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. CPM-നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ജനപിന്തുണയേറി വരുന്നതായി ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ. വിവിധ പാർട്ടി വിട്ടുവന്നവർക്ക് മൂവാരിക്കുണ്ടിൽ സ്വീകരണം. പൊയ്യക്കരയിൽ ജനകീയ കൂട്ടായ്മയിൽ പൊൻകതിർ കൊയ്തു. മുജങ്കാവ് പാർത്ഥസാരഥി കൃഷ്ണക്ഷേത്രത്തിലെ കാവേരി തീർത്ഥസ്നാന ചടങ്ങ് ഒക്ടോബർ 17 നടക്കും. വാർത്തകൾ വിശദമായി. കണ്ണൂരിലെ BJP പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച സംസ്ഥാനത്ത് ഹർത്താൽ നടത്താൻ സംഘപരിവാർ ആഹ്വാനം. കണ്ണൂർ പിണറായിയിലെ BJP പ്രവർത്തകൻ രമിത്തിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്ത് സംഘപരിവാർ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് സംഘപരിവാർ പ്രവർത്തകർ പ്രകടനം നടത്തി. ജനതാദൾ യു ജില്ലയിൽ പിളർപ്പിലേക്ക്. വിമത വിഭാഗം കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. ജനതാദൾ യു ജില്ലയിൽ പിളർപ്പിനെ നേരിടുന്നു. ഗാന്ധി JP ലോഹ്യാനുസ്മരണ പരിപാടിയുടെ ഭാഗമായാണ് ഹൊസ്ദുർഗിൽ ജില്ലയിലെ ജനതാദൾ യുവിന്റെ ഒരു വിഭാഗം നേതാക്കളുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. ജില്ലാ പ്രസിഡന്റ് AV രാമകൃഷ്ണനും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് P കോരൻ മാസ്റ്ററും ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങളിലൂടെയാണ് സ്ഥാനങ്ങൾ നേടിയെടുത്തതെന്ന് നേതാക്കൾ പറഞ്ഞു. കൺവെൻഷൻ ജനതാദൾ യു നേതാവ് കുഞ്ഞമ്പാടി ഉദ്ഘാടനം ചെയ്തു. ഞാൻ രാമകൃഷ്ണന്റെ മെമ്പർഷിപ്പ് അദ്ദേഹം പയ്യന്നൂരാണ് താമസം. അദ്ദേഹത്തെ പയ്യന്നൂരാണ് അദ്ദേഹം വോട്ട് ചേർക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് കത്ത് കൊടുത്തു. ആ കത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ CDP ചന്ദ്രമാഷ് എന്തോ പറഞ്ഞിട്ട് കോരൻ മാഷ് നിർബന്ധം സംസ്ഥാന കമ്മിറ്റി കൊടുത്തിട്ട് പിറ്റേ ദിവസം ഞാൻ ചന്ദ്രമാഷ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഞാൻ തന്നെ കത്തെടുത്ത് കൊണ്ട് കൊടുത്താൽ മറന്നു ഞാൻ കൊണ്ടുപോകാം. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ കോരൻ മാഷ് അങ്ങനെ അദ്ദേഹം ചേർത്ത് തരാനറിയോ 25 ആൾ ചേർക്കാൻ കഴിയാത്ത ആളുകളാണ് രാമകൃഷ്ണൻ ചേർത്തത്. കായമാധവന്റെ കോട്ടയം ജില്ലയിലെ കായമാധവന്റെ കുടുംബത്തെയാണ് അദ്ദേഹം ചേർത്തത്. പയ്യന്നൂരിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമാണ് അതിൽ ചേർത്തത്. മാത്രമല്ല കോട്ടയം പാർട്ടിയുമായി ബന്ധപ്പെട്ടില്ലാത്ത 24 ആളുകളും അദ്ദേഹം ഇവിടെ കമ്മിറ്റി 25 ആളുകൾ. സ്വാഭാവികമായിട്ടും നമ്മുടെ ഭരണഘടന പ്രകാരം 25 ആളുകൾ ചേർത്താൽ മാത്രമേ രാഷ്ട്രീയ മെമ്പറാകാൻ സാധിക്കൂ. പനങ്കാവ് കൃഷ്ണൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് AV രാമചന്ദ്രൻ, PP സുന്ദരൻ, PV തമ്പാൻ, M കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ സേവനം ഇനി കാസർഗോഡ് ജില്ലയിലും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് വിശദീകരണ യോഗം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു.
കുറഞ്ഞ നിരക്കിൽ അതിശയിപ്പിക്കുന്ന വേഗതയിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സേവനം ഇനി കാസർഗോഡ് ജില്ലയിലും ലഭിച്ചു തുടങ്ങും. ഇന്റർനെറ്റ് ബിസിനസ് രംഗത്തേക്ക് ഒട്ടേറെ കമ്പനികൾ മത്സരിക്കുന്നതിനിടയിലാണ് കേരളത്തിലെ ചെറുകിട കേബിൾ TV കൂട്ടായ്മയായ KCCLന്റെ കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ രംഗപ്രവേശം. നീലേശ്വരം, കാഞ്ഞങ്ങാട്, കാസർഗോഡ് കേന്ദ്രങ്ങളിൽ ടവറുകളിൽ നിന്നും സിഗ്നൽ സ്വീകരിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ കേബിൾ ഓപ്പറേറ്റർമാർക്ക് സിഗ്നൽ ലഭിക്കുക. താമസിയാതെ സിംഗിൾ പൈപ്പ് ലൈൻ വഴി അതിശയിപ്പിക്കുന്ന വേഗതയിൽ മറ്റ് ഏത് കമ്പനിയേക്കാളും കുറഞ്ഞ നിരക്കിൽ ബ്രോഡ്ബാൻഡ് സേവനം ജനങ്ങളിലെത്തിക്കാനാകും. മഞ്ചേശ്വരം മുതൽ കാലിക്കടവ് വരെയുള്ള കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. രാജ്യത്ത് സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പൂർത്തീകരണത്തെ തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വരുത്തിയേക്കാവുന്ന നികുതികൾ സംബന്ധിച്ച് നിലനിൽക്കുന്ന അവ്യക്തതകൾക്ക് ഓപ്പറേറ്റർമാർക്ക് അവബോധം ഉണ്ടാക്കുന്നതിന് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. തൃശൂരിലെ പ്രഗത്ഭനായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് CV രാജൻ കേബിൾ TVയും ടാക്സും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. അപ്പൊ ഡിജിറ്റലൈസേഷൻ ഏതാണ്ട് പൂർത്തിയായി. അതിന് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കമ്പനി 2007 മുതൽ ഇപ്പൊ 2015 ഡിസംബറോട് കൂടിയാണ് ഡിജിറ്റലൈസേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചത്. വലിയൊരു പീരീഡ് 8 വർഷം. പക്ഷെ തൊട്ടടുത്ത മാറ്റമൊക്കെ ഇത്ര ഒന്നും സമയം കിട്ടില്ല. കേബിൾ TV ഇനിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. കേബിൾ TV ഡിജിറ്റലിൽ മാത്രം നിലനിൽക്കില്ല. ആളുകൾക്ക് ഡിജിറ്റലിൽ മാത്രം TV ചാനലുകൾ കാണുന്ന അവസ്ഥയൊക്കെ മാറാൻ പോവാ. കേബിൾ വഴി കാണുന്ന അവസ്ഥയൊക്കെ മാറാൻ പോവാ. അത് സ്മാർട്ട് TVകൾ ഇറങ്ങുന്നു. മറ്റ് LCD ആണ് ആദ്യം വന്നത്. LCD മാറി LED പോയത് നമ്മൾ അറിഞ്ഞവും കൂടിയില്ല. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് പദ്ധതി വിശദീകരണ യോഗം സംസ്ഥാന പ്രസിഡന്റ് K വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KCCL ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. COA ജില്ലാ പ്രസിഡന്റ് സതീഷ് K പാക്കം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M ലോകിതാക്ഷൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K രഘുനാഥ്, ശ്രീനാരായണൻ, ഷുക്കൂർ കോളിക്കര, CCN ചെയർമാൻ K പ്രദീപ് കുമാർ, MD TV മോഹനൻ, ട്രഷറർ MR അജയൻ, മേഖലാ പ്രസിഡന്റ് വിനോദ് പുല്ലൂർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ COA സംസ്ഥാന പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത് ജില്ലയിലെത്തിയ K വിജയകൃഷ്ണൻ, KCCL ചെയർമാനായി തെരഞ്ഞെടുത്ത അബൂബക്കർ സിദ്ദിഖ് എന്നിവരെയും ആദരിച്ചു. സമഗ്ര ഇംഗ്ലീഷ് പഠന പോഷണ പരിപാടിയുടെ ഭാഗമായി ത്രിദിന ശില്പശാല സംഘടിപ്പിച്ചു. മേലാങ്കോട്ടെ AC കണ്ണൻ നായർ സ്മാരക UP സ്കൂളിലാണ് ശില്പശാല നടന്നത്. സമഗ്ര ഇംഗ്ലീഷ് പഠന പോഷണ പരിപാടിയോടനുബന്ധിച്ച് ത്രിദിന ശില്പശാല കാഞ്ഞങ്ങാട്ട് നടന്നു. മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു ശില്പശാല. ശില്പശാലയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും PTA യോഗ ചിത്രീകരണവും നടന്നു. സർവശിക്ഷാ അഭിയാൻ സ്റ്റേറ്റ് പ്രൊജക്ട് കോർഡിനേറ്റർ KP കുട്ടിക്കൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇംഗ്ലീഷ് ഭാഷ അനായാസകരമായി കൃത്യമായി കുട്ടികൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഗൗരവമായി കാണേണ്ടത്. ഇംഗ്ലീഷ് ഭാഷ വലിയ പ്രയാസമൊന്നുള്ള ഭാഷയല്ല. നമ്മുടെ പലപ്പോഴും വിചാരിക്കും ഇംഗ്ലീഷ് ഭാഷ ഏറ്റവും പ്രയാസമുണ്ട്. ഇംഗ്ലീഷല്ല, മലയാളമാണ് ഏറ്റവും പ്രയാസം. ഭാഷാപരമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഷാജ്ഞാനികൾ പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ അത്രമാത്രം പ്രയാസമുള്ള ഭാഷയൊന്നുമല്ല. പക്ഷേ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നമ്മുടെ വീടുകളിൽ സംസാരിക്കാനുള്ള വേദിയില്ല, നമ്മുടെ വിദ്യാലയത്തിൽ അതിന് വേദിയില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ത്രാഗം നേടുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. സ്കൂൾ വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ VV രമേശൻ, സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ PK ജയരാജൻ, ജില്ലാ പ്രൊജക്ട് ഓഫീസർ K രവിവർമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപികമാരായ അനിതകുമാരി, സിന്ധു തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വമേകി. കേരളത്തിലെ പ്രൈമറി വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് നൽകുന്ന ഇംഗ്ലീഷ് പരിശീലനത്തിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ഓളപ്പരപ്പിലെ ഹൃദയസ്പർശമറിയാൻ സ്നേഹതീരം എന്ന പേരിൽ ഹൗസ് ബോട്ട് സഞ്ചാരം തുടങ്ങി. കിഴക്കേമുറി കേന്ദ്രീകരിച്ചുള്ള ബോട്ട് സർവീസിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ചരിത്രമുറങ്ങുന്ന തേജസ്വിനിയുടെ ഓളപ്പരപ്പിൽ കണ്ടാലും കണ്ടാലും മതിവരാത്ത തീരക്കാഴ്ചകളെ തഴുകിയുണർത്തി ഹൃദയസ്പർശങ്ങളെ തൊട്ടുണർത്താനാണ് സ്നേഹതീരം ഹൗസ് ബോട്ട് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. കിഴക്കേമുറി കേന്ദ്രമായി പടിഞ്ഞാറൻ തീരഭൂമിയെ വിനോദസഞ്ചാരത്തിന്റെ തലസ്ഥാനമാക്കി മാറ്റാൻ പുതുമകളോടെ സജ്ജീകരിച്ച ഹൗസ് ബോട്ടിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സാമ്പത്തികമായ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് തന്നെ ടൂറിസം വികസനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രാദേശികമായി ജനപ്രതിനിധികളുമായി ആലോചിച്ചും അത് പ്രാവർത്തികമാക്കാനുള്ള മറ്റ് കർമ്മപരിപാടികൾ സമയബന്ധിതമായി നടപ്പിലാക്കണമെന്നതാണ് കമ്പനി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ടൂറിസം നമ്മുടെ സംസ്ഥാനത്തിന് അപാരമായ സാധ്യതയുണ്ട്. മറ്റേത് സംസ്ഥാനത്തെക്കാളേറെ കായൽ തീരങ്ങളും ഇതുപോലുള്ള പ്രദേശങ്ങളും
കടൽത്തീരമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനം. അതുകൊണ്ട് തന്നെ ടൂറിസം അനന്ത സാധ്യതയുള്ളതാണ്. അത് പ്രയോജനപ്പെടുത്തുന്ന സംരംഭത്തിന്റെ ഭാഗമായി ഇതുപോലുള്ള ചെറുതും വലുതുമായ ഒരുപാട് വിവിധ പരിപാടികൾ നമുക്ക് ആസൂത്രണം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ മാത്രം സൂചിപ്പിക്കാം. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു. കന്യായാത്രയ്ക്കുള്ള ഫ്ളാഗ് ഓഫ് കെ കുഞ്ഞിരാമൻ നിർവഹിച്ചു. നോവലിസ്റ്റ് CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. CV പ്രമീള, പ്രഭാഷകൻ വത്സൻ പിലിക്കോട്, ഹൃദേശ് എന്നിവർ സംബന്ധിച്ചു. PP പവിത്രൻ സ്വാഗതവും OV കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. CPIM-നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ജനസ്വീകാര്യത വർദ്ധിച്ചു വരുന്ന കാലമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ. വിവിധ പാർട്ടികൾ വിട്ടുവന്നവർക്ക് മൂവാരിക്കുണ്ടിൽ സ്വീകരണം നൽകി. നിങ്ങൾക്കറിയാം, അടുത്ത കാലത്തുണ്ടായ വലിയ മറ്റൊരു സംഭവം, കണ്ണൂർ ജില്ലയിലെ BJP-യുടെ ഏറ്റവും പ്രധാന നേതാവായിരുന്ന ചില സുഹൃത്തുക്കൾ CPM-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ CPIM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനവും ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ആശയങ്ങൾ മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി വലിയ മുന്നേറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രാജു, നൗഷാദ്, നാസർ, റഫീഖ്, ഇബ്രാഹിം, ഖാലിദ്, അഷ്റഫ്, ഫിഹാബ്, റഹീം. ചടങ്ങിൽ സുധീഷ് മിന്നി മുഖ്യപ്രഭാഷണം നടത്തി. CPM ലോക്കൽ സെക്രട്ടറി V സുകുമാരൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ VV രമേശൻ, CPM ഏരിയ സെക്രട്ടറി P നാരായണൻ, DYFI ജില്ലാ പ്രസിഡന്റ് ശിവജി പള്ളിക്കോത്ത്, PK നിഷാന്ത്, പ്രിയേഷ് കാഞ്ഞങ്ങാട്, ഷമീർ മൂവാരിക്കുണ്ട് തുടങ്ങിയവർ സംസാരിച്ചു. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച റോഡ് തകർന്നതു കാരണം മഞ്ചേശ്വരത്ത് യാത്രാ ദുരിതം രൂക്ഷമാകുന്നു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകളിലെ ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. മഞ്ചേശ്വരത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച റോഡ് തകർന്നതുമൂലം മഞ്ചേശ്വരം പഞ്ചായത്തിലെ 3 വാർഡുകളിലെ ജനങ്ങൾ യാത്രാ ദുരിതം നേരിടുന്നു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 6, 8, 9 വാർഡുകൾ സന്ധിക്കുന്ന രാഗം, ചൌക്കി, ബഡാജെ റോഡാണ് തകർന്നത്. 2 വർഷം മുമ്പ് MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച് 10 ലക്ഷം രൂപയിലാണ് റോഡ് നിർമ്മാണം നടത്തിയത്. തകർന്ന പഴയ റോഡിന് പകരം പുതിയ റോഡ് നിർമ്മിക്കാനായിരുന്നു പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ കരാറുകാരൻ തകർന്ന പഴയ റോഡിലെ കുഴികൾ മാത്രം നികത്തി റോഡ് പണി പൂർത്തിയാക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ഒരു റോഡ് ഒന്ന് നിലയ്ക്ക് എത്തിക്കാതെ നിലയ്ക്ക് അതിനൊരു അറ്റകുറ്റപ്പണി എടുത്തിട്ട് ആ 25 ലക്ഷം രൂപ എവിടെ പോയി എന്നുള്ള ഒരു കണക്കൂട്ടാണ്ട്. പിന്നെ ഏകദേശം പിന്നെ ഒരു കണക്കൂട്ടാണെങ്കിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന് പിടിച്ച് ഇത് രാഗം ജംഗ്ഷൻ ശേഷം അതിനുശേഷം അവിടെ ബളാജേരി ഒരു അമ്പലത്തിലേക്കുള്ള ബൈക്ക് വേണ്ടി 25 ലക്ഷം രൂപ 2ാം പാസ്സായിട്ടാണ്. അതും ഒരു നിലപാടില്ലാണ്ട് അതിനെ ഒരു ശരിയായ നിലപാട് എടുത്തിട്ടില്ലത്. അതുകൊണ്ട് ഇതിനെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ മഞ്ചേശ്വരം പഞ്ചായത്തിൽ 6ഉം 7ലും പെട്ട ഒരു വാർഡാണ്. പിന്നെ 8ാം വാർഡിലും ഇങ്ങനത്തെ പ്രതിസന്ധിയാണ്. റോഡ് തകർന്നതുമൂലം ഇതുവഴി സർവീസ് നടത്തിയിരുന്ന ബസ് ഇപ്പോൾ ഗോവിന്ദപ്പൈ കോളേജ് ഭാഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഓട്ടോറിക്ഷകളും സർവീസ് നടത്താൻ വിമുഖത കാണിക്കാൻ തുടങ്ങിയതോടെ ഇതുവഴിയുള്ള യാത്രാ സൗകര്യം നിലച്ച സ്ഥിതിയിലാണ്. മസ്ജിദ്, ക്ഷേത്രം, വിദ്യാലയം എന്നിവ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് 400ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. റോഡ് തകർച്ച മൂലം വാഹന ഗതാഗത സൗകര്യം നിലച്ചതോടെ പ്രദേശത്തുള്ളവർ ദുരിതം നേരിടുകയാണ്. റഹ്മാൻ ഉദ്യാവാര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പൊയ്യക്കരയിൽ ജനകീയ കൂട്ടായ്മയിൽ നെൽകൃഷി ഇറക്കി. പൊയ്യക്കര യുവതാര ക്ലബ്ബും DYFI യൂണിറ്റും കർഷക തൊഴിലാളി യൂണിയനും സംയുക്തമായാണ് നെൽകൃഷി ഇറക്കിയത്. അജാനൂർ പഞ്ചായത്തിലെ പൊയ്യക്കരയിൽ ജനകീയ കൂട്ടായ്മയിൽ പൊൻകതിർ കൊയ്തു. പൊയ്യക്കരയിലെ 60 സെന്റിലധികം വരുന്ന പാടത്ത് വിവിധ സംഘടനകൾ കൈകോർത്ത് നെൽകൃഷി ഇറക്കുകയായിരുന്നു. പൊയ്യക്കര യുവതാര ക്ലബ്ബ്, DYFI യൂണിറ്റ്, കർഷക തൊഴിലാളി യൂണിയൻ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു നെൽകൃഷി ഇറക്കിയത്. ജയ നെൽവത്താണ് വിതച്ചത്. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരനാണ് നടി ഉദ്ഘാടനം നിർവഹിച്ചത്. മെച്ചപ്പെട്ട പരിചരണം നൽകിയതോടെ മികച്ച വിളവാണ് ലഭിച്ചത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പൊയ്യക്കര യുവതാര ക്ലബിന്റെയും കർഷക തൊഴിലാളിയുടെയും DYFIയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജൈവ നെൽകൃഷി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ അവർ
വിത്ത് ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ഇന്നലെ കൊയ്ത്തുത്സവം വളരെ ആർഭാടകമായി നടത്തുകയാണ്. ഏതാണ്ട് ഒരു 3 മാസങ്ങൾക്ക് ശേഷം നടന്ന ഈ വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ കർഷക തൊഴിലാളിയും അതുപോലെ തന്നെ ഈ നാട്ടിലെ പുരോഗമന പ്രസ്ഥാനങ്ങളും ഇതിന്റെ ഭാഗമായി അണിനിരുന്നു. കൊയ്ത്തുത്സവം ജനകീയ പങ്കാളിത്തത്തോടെ നടന്നു. 25 പറയോളം നെല്ല് കൊയ്തെടുക്കാൻ സാധിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് പ്രവർത്തകർ. കൊയ്ത്തിനു ശേഷം ലഭിച്ച നെല്ല് പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് തീരുമാനം. നെൽകൃഷി വിളവെടുപ്പിന് CPM ലോക്കൽ കമ്മിറ്റി അംഗം CK നാരായണപ്പണിക്കർ, A ഗംഗാധരൻ, ക്ലബ് പ്രസിഡന്റ് ഷിജു, ക്ലബ് സെക്രട്ടറി TV ശ്രീധരൻ, ജതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലാ ഭാസ്കര ഭാഗവതർ നവരാത്രി സംഗീതോത്സവം സമാപിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലാണ് സംഗീതോത്സവം നടന്നത്. കർണാടക സംഗീത ലോകത്തെ ആചാര്യൻ പാലാ ഭാസ്കര ഭാഗവതരെ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും സംഗീതാസ്വാദകരും കൂടി മഹാനവമി ദിനത്തിൽ ശുദ്ധ സംഗീതത്തിലൂടെ സ്മരിക്കുകയായിരുന്നു. പ്രഗത്ഭരും പ്രശസ്തരുമായ സംഗീതജ്ഞരുടെ സംഗീതാർച്ചന ഏറെ ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ ശിഷ്യർ ഒരുക്കിയ ഒരു സംഗീത വിരുന്നാണ് നവരാത്രി നാളിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വളരെ കുറവാണ്. ഗുരുക്കന്മാരെ ഓർക്കുന്നതും അവരുടെ പോയ കാലങ്ങളിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ ഉള്ളിലെ വാസനകളെ. ബാലൻ കല്ലഞ്ചിറ ആമുഖ പ്രഭാഷണം നടത്തി. സജീവൻ വെങ്ങാട് അധ്യക്ഷനായി. സംഗീതപൂർണ ശ്രീ TP ശ്രീനിവാസൻ വിവിധ മേഖലകളിലെ ഗുരുസ്ഥാനീയരെ ആദരിച്ചു. EV അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രശസ്ത സംഗീതജ്ഞൻ ഉദയശങ്കർ കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ സംഗീത കച്ചേരിയും അരങ്ങേറി. നീലേശ്വരം പടിഞ്ഞാറ്റൻകൊഴുവലിലെ NSS ഓഡിറ്റോറിയം നവീകരിക്കുന്നു. കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ധനസമാഹരണം തുടങ്ങി. നീലേശ്വരം പടിഞ്ഞാറ്റൻകൊഴുവൽ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ഓഡിറ്റോറിയത്തിന്റെ നവീകരണ പ്രവർത്തികൾക്കുള്ള ധനശേഖരണ സമാരംഭമാണ് NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. കരയോഗം പ്രസിഡന്റ് രാഘവൻ നായർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ KC മാനവർമ്മ രാജ മുഖ്യാതിഥിയായി. ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുന്ന കാലത്ത്, കൊച്ചുകുട്ടി ഇൻ ദ സെൻസ് ഈ NSS കരയോഗമൊക്കെ ഇവിടെ നീലേശ്വരത്ത് ഫോം ചെയ്യുന്ന കാലത്ത് അതിന്റെ ഇപ്പോഴത്തെ പല നേതാക്കന്മാരുടെയും പല തലപ്പത്തിരിക്കുന്നവരുടെയും കൂടെ NSS അല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. പ്രമുഖ വ്യവസായി MA യൂസഫ് അലി നൽകിയ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. M കുഞ്ഞമ്പു നായർ, M രാഘവൻ നായർ, MP വേലായുധൻ എന്നിവരിൽ നിന്നും ഫണ്ട് ഏറ്റുവാങ്ങി. PU ഉണ്ണികൃഷ്ണൻ, TV സരസ്വതി, K സാവിത്രി തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. KM ഗോപാലകൃഷ്ണൻ സ്വാഗതവും M മധുസൂദനൻ നന്ദിയും പറഞ്ഞു. LLB എൻട്രൻസ് പരീക്ഷയിൽ പട്ടികവർഗ വിഭാഗത്തിൽ 5ാം റാങ്ക് നേടി ജിഷ്ണു കരുണാകരൻ നാടിന്റെ അഭിമാനമായി. എളേരിത്തട്ട് തൊട്ടി കോളനിയിലെ പരേതനായ കരുണാകരന്റെ മകനാണ് ഈ മിടുക്കൻ. ഓൾ കേരള എൻട്രൻസിൽ 5ാം റാങ്ക് നേടിയാണ് എളേരിത്തട്ടി തൊട്ടി കോളനിയിലെ ജിഷ്ണു കരുണാകരൻ നാടിന്റെ അഭിമാനമായി മാറിയത്. SC/ST വിഭാഗത്തിൽ ആദ്യമായിട്ടാണ് 5ാം റാങ്ക് നേടുന്നത്. ഇത് നാടിന് ഇരട്ടി മധുരമായി മാറി. എളേരിത്തട്ടിലെ ഓട്ടോ ഡ്രൈവർ പുഷ്പയുടെ മകനാണ് ജിഷ്ണു. വെസ്റ്റലേരി പഞ്ചായത്തിൽ അത് ആദ്യമായിട്ടാണ് ഒരു LLBക്ക് ഒരു റാങ്ക് കിട്ടുന്നത്. അത് എനിക്ക് പഠിക്കാനുള്ളൊരു കോൺഫിഡൻറ്റ് കിട്ടിയത് നമ്മുടെ കൂട്ടത്തിൽ ആരും ഈ മേഖലയിലേക്ക് അധികം പഠിക്കാനൊരു ഇത് കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മയും ആൻറ്റിയും കൂടിയിട്ട് ഒരു കോൺഫിഡൻറ്റ് വന്നു, പഠിക്കണം. നമ്മളെ കൂട്ടത്തിൽ ആരും ഒരു ഇതിലേക്കൊരു ഇത് പഠിക്കാനൊരു ഇത് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ളൊരു കോൺഫിഡൻറ്റ് കിട്ടി. ഞാൻ അതുപോലെ തന്നെ ഇനിയും നല്ലൊരു നിലയിലെത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നല്ലോണം പഠിച്ചു. 8 വർഷം മുൻപ് അച്ഛൻ മരിച്ചതോടെ കുടുംബത്തിന്റെ ചുമതല അമ്മയിലേക്കായി. പിന്നീടാണ് അമ്മ പുഷ്പ ഓട്ടോറിക്ഷ ഓടിച്ചു തുടങ്ങിയത്. സ്ഥിരമായി വരുമാന മാർഗമില്ലാത്ത കുടുംബത്തിന്റെ ദയനീയാവസ്ഥ നാട്ടുകാർക്കും വേദനയാവുകയാണ്. കുന്നുങ്കൈ AUP സ്കൂളിലെ മാനേജർ MA നസീർ ജിഷ്ണുവിന് സഹായിക്കാനായി മുന്നോട്ടു വന്നിട്ടുണ്ട്. BJP ജില്ലാ നേതൃയോഗം സമാപിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശ്രീജൻ ഉദ്ഘാടനം ചെയ്തു. ടൗൺ ബാങ്ക് സെന്റിനറി ഹാളിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശ്രീജൻ ഉദ്ഘാടനം ചെയ്തു.
BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്രമത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് ശ്രീജൻ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇടതുപക്ഷവും വലതുപക്ഷവും എന്നല്ലാതെ മറ്റൊരു പക്ഷമില്ല എന്ന സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് ഒരു ഫലപ്രദമായ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരുന്നതായിട്ടുള്ള അങ്ങ് കേന്ദ്രത്തില് ലോകാരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതായിട്ടുള്ള ജനോപകാരപ്രദങ്ങളായിട്ടുള്ള പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തമായിട്ടുള്ള ആത്മാർത്ഥതകളായിട്ടുള്ള ഒരു ബദൽ എന്ന രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ ഒത്തുചേരുന്നത്. IS പോലുള്ള ഭീകര സംഘടനകൾക്ക് പ്രോത്സാഹനം നൽകുന്നത് LDF സർക്കാരാണ്. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് നിരവധി കൊലപാതകങ്ങളാണ് നടന്നതെന്നും KP ശ്രീശൻ പറഞ്ഞു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള സി നായിക്, BJP സഹസംഘടനാ സെക്രട്ടറി സുഭാഷ്, ദേശീയ സമിതി അംഗം സഞ്ജീവ ഷെട്ടി, ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. മുജങ്കാവ് പാർത്ഥസാരഥി കൃഷ്ണക്ഷേത്രത്തിലെ കാവേരി തീർത്ഥാടന ചടങ്ങ് ഒക്ടോബർ 17 തിങ്കളാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ വർഷവും നടത്തിവരാറുള്ള കാവേരി തീർത്ഥസ്നാന ചടങ്ങിന് ക്ഷേത്രം മേൽശാന്തി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഭക്തജനങ്ങൾ വീട്ടിൽ നിന്നും കുളിച്ച് ശുദ്ധമായി വന്ന് മുജംകാവ് ക്ഷേത്രകുളത്തിൽ തീർത്ഥസ്നാനം ചെയ്ത് കുളത്തിന് പ്രദക്ഷിണം വയ്ക്കുന്ന ചടങ്ങാണ് കാവേരി തീർത്ഥസ്നാനം. ഈ ദിവസം ഏകദേശം 50,000-ൽ പരം ഭക്തജനങ്ങൾക്ക് പ്രസാദ രൂപത്തിൽ ഭോജനം നൽകുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുമ്പളക്ക് സമീപം മുജങ്കാവ് പാർത്ഥസാരഥി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഈ മാസം 17-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 4 മണി മുതൽ വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികളോടെ കാവേരി തീർത്ഥസ്നാനം നടക്കും. അന്നേ ദിവസം ഏകദേശം 50,000-ൽ കൂടുതൽ ഭക്തജനങ്ങൾ ശ്രീക്ഷേത്രത്തേക്ക് സംബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ പ്രസാദം, തീർത്ഥപ്രസാദം കൂടാതെ പ്രസാദ ഭോജനം കഴിക്കുകയാണ് പതിവ്. വാർത്താസമ്മേളനത്തിൽ M മഹേഷ് ഭട്ട്, H ശ്യാംഭട്ട്, B ബാലകൃഷ്ണ അഗിതായ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിലെ BJP പ്രവർത്തകന്റെ കൊലപാതകം. വ്യാഴാഴ്ച സംസ്ഥാനത്ത് സംഘപരിവാർ ഹർത്താൽ. ജില്ലയിൽ ജനതാദൾ യു വിഭാഗം പിളർപ്പിലേക്ക്. മുതിർന്ന നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണവുമായി ഒരു വിഭാഗം നേതാക്കൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ സേവനം ഇനി ജില്ലയിലും എത്തും. കാഞ്ഞങ്ങാട് ഏകദിന ശില്പശാല നടന്നു. സമഗ്ര ഇംഗ്ലീഷ് പഠന പോഷണ പരിപാടിക്ക് തുടക്കം. മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക UP സ്കൂളിൽ ശില്പശാല നടന്നു. സ്നേഹതീരം എന്ന പേരിൽ ഹൗസ് ബോട്ട് സഞ്ചാരം തുടങ്ങി. ബോട്ട് സർവീസിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. CPM-നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ജനപിന്തുണയേറി വരുന്നതായി ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദൻ. വിവിധ പാർട്ടി വിട്ടുവന്നവർക്ക് മൂവാരിക്കുണ്ടൽ സ്വീകരണം. പൊയ്യക്കരയിൽ ജനകീയ കൂട്ടായ്മയിൽ പൊൻകതിർ കൊയ്തു. മുജങ്കാവ് പാർത്ഥസാരഥി കൃഷ്ണക്ഷേത്രത്തിലെ കാവേരി തീർത്ഥസ്നാന ചടങ്ങ് ഒക്ടോബർ 17 നടക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.